ഫെമയുടെ ലംഘനം നടത്തി എന്നുള്ളതാണോ ഇപ്പോൾ ഇഡി കണ്ടെത്തിയിരിക്കുന്നത്? അതിന്റെ ഭാഗമായിട്ടാണോ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്? ആ നോട്ടീസിന്റെ സ്വഭാവം എന്താണ് ശരൺ? അരുൺകുമാർ, മസാല ബോണ്ട് വഴി വലിയ തോതിൽ തന്നെ പണസമാഹരണം നടന്നു. പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് ഇത്തരത്തിൽ സമാഹരിക്കുകയും അത് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തത് അത് ഫെമ ചട്ടലംഘനമാണെന്നുള്ളൊരു കണ്ടെത്തലിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുന്നത്. നേരത്തെ സംബന്ധിച്ചുള്ള പരാതി ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ ധനമന്ത്രിയായ തോമസ് ഐസക് അടക്കമുള്ളവർക്ക് നിരവധി തവണ നോട്ടീസ് നൽകിയിരുന്നത്. 6-7 തവണ നോട്ടീസ് നൽകിയിരുന്നതാണ്. തോമസ് ഐസക് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യം ഒരു ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായി പറയുന്നത് ഫെമ നിയമലംഘനം നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കാരണം കാണിക്കൽ ചോക്കോസ് നോട്ടീസ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് പുറമെ മുൻ ധനമന്ത്രിയായ തോമസ് ഐസക്, ഒപ്പം തന്നെ